ഹായ് ഹലോ, നമ്മുടെ KSRTC നമുക്ക് വേണ്ടിയിട്ട് പണ്ടത്തെ ഓർമ്മകളെല്ലാം നമുക്ക് ചെകഞ്ഞെടുക്കാൻ വേണ്ടിയിട്ട് ഒരു വിൻറ്റേജ് ബസ് രൂപകൽപ്പന ചെയ്തു. നമ്മുടെ ഒരു പഴയ ബസ്സിനെ തന്നെ അതിനെ വിൻറ്റേജ് മോഡലിലോട്ട് മാറ്റി. അപ്പോൾ ഇന്ന് ആ ബസ്സിൻ്റെ വിശേഷമാണ് നമ്മൾ പറയാൻ പോകുന്നത്. അപ്പോൾ എല്ലാവർക്കും വാക്കറോഡിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. കിഴക്കേക്കോട്ട പേരുകള റൂട്ടിലാണ് നിലവിൽ നമ്മുടെ ഈ അമ്മാവൻ ബസ് യാത്ര നടത്തുന്നത്. ബസ്സിനുള്ളിലേക്ക് കയറുമ്പോൾ തന്നെ നമ്മുടെ പഴയകാലം ഉറപ്പായും നമ്മുടെ മനസ്സിലേക്ക് ഓടിയെത്തും. മൺമറഞ്ഞു പോയ നമ്മുടെ ഈ പഴയകാല ബസ് പുനഃസൃഷ്ടിച്ചത് നമ്മുടെ KSRTCയിലെ തന്നെ സെൻട്രൽ വർക്സിലുള്ള കുറേ ജീവനക്കാരുടെ കഠിന ശ്രമത്തിൻ്റെ ഭാഗമായിട്ടാണ്. പഴയ ബസ് യാത്രയെ ആസ്വദിക്കാൻ പുതിയ തലമുറയ്ക്ക് അവസരമൊരുക്കുകയാണ് ലക്ഷ്യം. ചെറിയ ഗ്രില്ലും രണ്ടായി തിരിച്ച മുകളിലേക്ക് ഉയർത്താവുന്ന മുൻ ഗ്ലാസും മുകൾ ഭാഗത്തെ ഡെസ്റ്റിനേഷൻ ബോർഡും ഉൾപ്പെടെ ബസ്സിൻ്റെ പഴമ അതേപടി തന്നെ ഇതിൽ നിലനിർത്തിയിട്ടുണ്ട്. ഈ വാഹനത്തിൽ എന്നെ ഏറ്റവും കൂടുതൽ ആകർഷിച്ചത് ഇതിൽ കാണുന്ന ഈ ഹോണാണ്. അതുപോലെ ഈ വാഹനത്തിൻ്റെ നിറവും അതും വളരെയധികം നമുക്ക് മനസ്സിന് കുളിർമ നൽകുന്ന ഒന്ന് തന്നെയാണ്. ഇനി ബസ്സിൻ്റെ ഉൾഭാഗത്തേക്ക് വരുമ്പോഴേക്കും നമുക്ക് നീണ്ട ഒരു ഗിയർ ലിവറും അതുപോലെ തന്നെ കമാനാകൃതിയിലുള്ള എൻജിൻ കവറും ഇവിടെ കാണാനായിട്ട് സാധിക്കും. ബസ് ഇപ്പോൾ കിഴക്കേക്കോട്ടയിൽ നിന്നും യാത്ര ആരംഭിച്ചു. 2013 മോഡൽ അശോക് ലൈലാൻഡ് ബസ്സാണ് വിൻറ്റേജ് രീതിയിൽ ഇപ്പോൾ ഇങ്ങനെ മാറ്റിയിരിക്കുന്നത്. ഇതിൽ നമുക്ക് 52 പേർക്ക് യാത്ര ചെയ്യാനായിട്ട് സാധിക്കും. യാത്ര തുടങ്ങി അല്പനേരമായപ്പോൾ തന്നെ കണ്ടക്ടർ നേരെ എൻ്റെ സീറ്റിനടുത്തേക്ക് വന്നു. അപ്പോൾ ഗൂഗിൾ പേ വഴിയാണ് ഞാൻ ടിക്കറ്റ് എടുത്തത്. കിഴക്കേക്കോട്ടയിൽ നിന്നും പേരുകട വരെ 18 രൂപയാണ് ടിക്കറ്റ് ചാർജ് ആയിട്ടുള്ളത്. ഇപ്പോൾ ബസ് തിരുവനന്തപുരം സ്റ്റാച്യുവും കടന്ന് യൂണിവേഴ്സിറ്റി കോളേജിൻ്റെ അടുത്തായിട്ട് എത്തിയിട്ടുണ്ട്. ഒരുപാട് ചരിത്രങ്ങൾക്ക് സാക്ഷിയായതാണ് ഈ യൂണിവേഴ്സിറ്റി കോളേജ്. അപ്പോൾ വീണ്ടും ഒരു ചരിത്രം കൂടി ഇവിടെ രചിക്കപ്പെടുന്നു. ഇന്നൊരു ഞായറാഴ്ച ആയതുകൊണ്ട് തന്നെ ബസ്സിൽ അത്യാവശ്യം തിരക്ക് കുറവ് തന്നെയായിരുന്നു. അതുകൊണ്ട് തന്നെ ഞാൻ പല സീറ്റുകളിലായി മാറിയിരുന്നു. കാരണം നമ്മുടെ പഴയകാലം ഒന്ന് റീക്രിയേറ്റ് ചെയ്തെടുക്കണമല്ലോ. ഇപ്പോൾ ബസ് പോകുന്നത് നമ്മുടെ തിരുവനന്തപുരം മ്യൂസിയത്തിൻ്റെ ഫ്രണ്ടിലൂടെയാണ്. അപ്പോൾ ഈ ബസ് കടന്നു പോകുന്ന വഴിയിലൊക്കെ അവിടെ കൂടെ പോകുന്ന ആൾക്കാരെല്ലാം ഈ ബസ്സിൻ്റെ ഫോട്ടോയും വീഡിയോ എല്ലാം എടുക്കുന്നുണ്ടായിരുന്നു. ഇനി ഈ ബസ്സിലുണ്ടായ എൻ്റെ അനുഭവം അത് ഞാൻ നേരിട്ട് പറയുന്നതല്ലേ ശരി. അപ്പോൾ ഞാൻ നേരിട്ട് തന്നെ അത് പറഞ്ഞേക്കാം. എനിക്ക് ഭയങ്കരമായിട്ട് സന്തോഷം വരുന്നുണ്ട്. കാരണം എൻ്റെ കുട്ടിക്കാലത്ത് ഞാൻ സ്കൂളിൽ ബസ്സിൽ പോകുമ്പോൾ ഏകദേശം ഇതുപോലെയാണല്ലോ നമ്മൾ കുട്ടിക്കാലത്തൊക്കെ, അതായത് നമ്മൾ 90 കിഡ്സിനൊക്കെ പറഞ്ഞാൽ അതൊരു ഇതായിരിക്കുമല്ലോ, ഒരു വികാരമായിരിക്കുമല്ലോ. അപ്പം ഈ ബസ്സിൽ പോകുമ്പോഴത്തേക്കും എനിക്ക് ഏകദേശം അതുപോലെ ഫീൽ ചെയ്യുന്നത്. ഞാനൊരു 3ാം ക്ലാസ് 4ാം ക്ലാസ്സിലൊക്കെ ആകുമ്പോഴേക്കും ഈ പറഞ്ഞ പോലെ KSRTC ബസ്സിൽ ഇതുപോലുള്ള ബസ്സുകളിലാണ് പോയിക്കൊണ്ടിരുന്നത്. അതായത് ഇതേ മോഡലല്ല, ആ സമയത്ത് TA, TR, TN, TS, TP, TE ആ മോഡൽ ബസ്. അതിനുശേഷം പിന്നെ നമ്മുടെ ഹൈടെക് ബസ് RT സീരീസ് ബസ് വന്നു. അപ്പം കാരണം ഞാൻ ആ സമയത്ത് KSRTCയുടെ ഈ പറഞ്ഞ പോലെ ബസ്സിൻ്റെയൊക്കെ നമ്പറുകളൊക്കെ ഞാൻ ഭയങ്കരമായിട്ട് നോട്ടീസ് ചെയ്യുമല്ലോ. നമ്മുടെ കുട്ടിക്കാലത്ത് നമുക്ക് അതൊക്കെയല്ലേ, അന്നത്തെ ഈ സമയത്ത് പറഞ്ഞതുപോലെ വീഡിയോ ഗെയിമോ മറ്റു കാര്യങ്ങളൊന്നുമില്ലല്ലോ. അപ്പം എനിക്കിതിപ്പം ഈ ബസ്സിൻ്റെ ഉൾവശോ ഈ പച്ച കളറും ഇതൊക്കെ കണ്ടപ്പോൾ ഭയങ്കര അധികം സന്തോഷമായിട്ട് തോന്നുന്നുണ്ട്. എന്തായാലും ഈ സർവീസ് ഹിറ്റ് തന്നെ ആവും, എനിക്ക് ഒരു സംശയവും വേണ്ട. കിഴക്കേക്കോട്ടയിൽ ബസ് കയറാൻ നേരത്തെന്ന് പറഞ്ഞാൽ അടുത്തടുത്ത് ബസ്സുകൾ ഉള്ളത് കൊണ്ട് തന്നെ ബസ്സൊന്ന് ചുറ്റിക്കാണാനായിട്ട് പറ്റിയില്ല. അതുകൊണ്ട് തന്നെ പേരുകട സ്റ്റാൻഡിലെത്തിയപ്പോഴേക്കും ഈ ബസ് മൊത്തത്തിലൊന്ന് ചുറ്റിക്കാണാമെന്ന് ഞാൻ വിചാരിച്ചു. അങ്ങനെ ഈ ബസ് മൊത്തമായി ഒന്ന് ചുറ്റിക്കണ്ടു. അപ്പോൾ ബസ്സിൻ്റെ കളർ നമ്മൾ കണ്ടല്ലോ, പച്ചയും വെള്ളയും ചേർന്ന ഒരു കോമ്പിനേഷൻ കളറാണ്. ഇതാണ് പണ്ടും ഉണ്ടായിരുന്ന കളർ എന്നാണ് പറയപ്പെടുന്നത്. ഇനി എടുത്ത് പറയേണ്ടത് ഈ ബസ്സിൻ്റെ ഗ്ലാസ് ആണ്. അതായത് മുൻവശത്തെയും പിൻവശത്തെയും ഗ്ലാസ്, ഇവ രണ്ടും ഇരട്ട ഗ്ലാസ്സുകളാണ്. ഇനി അതുപോലെ തന്നെ ഈ ബസ്സിൻ്റെ ബോർഡ് വയ്ക്കുന്ന സ്പേസ്, അതിന് വേണ്ടിയിട്ട് പ്രത്യേക ഒരു ഏരിയ തന്നെ ഇതിനകത്ത് ഡിസൈൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതെന്തായാലും എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു. പഴയ വിൻറ്റേജ് സ്റ്റൈൽ വീണ്ടും നിലനിർത്തുന്നതിന് വേണ്ടിയിട്ട് ഷട്ടറിന് പകരം സൈഡിൽ കർട്ടനും ഇപ്പോൾ ഡിസൈൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇന്ന് ഈ ബസ് ഓടിക്കുന്നത് രതീഷ് എന്ന് പറയുന്ന ഈ ചേട്ടനാണ്. വളരെ സപ്പോർട്ടീവായിരുന്നു ഈ ചേട്ടൻ. സത്യം പറഞ്ഞാൽ നമുക്ക് ഇതുപോലെയുള്ള ചേട്ടന്മാരെയാണ് നമുക്ക് KSRTCക്ക് വേണ്ടത്.
ചേട്ടാ ഈ വണ്ടിയിൽ ഹോൺ അടിക്കാമെന്ന് ചോദിച്ചോ പിന്നെന്താ എന്നുള്ള വൈബായിരുന്നു ചേട്ടനും. ചേട്ടാ പേരെന്തായിരുന്നു? ചേട്ടാ സർവീസ് എങ്ങനെയുണ്ട്? ഉണ്ട്. ഇങ്ങനെ ഈ ഒരു ബസ്സുമായിട്ട് നമ്മൾ റോഡിൽ പോകുമ്പോഴത്തേക്കും എങ്ങനെയാണ് ബാക്കിയുള്ള ഹാപ്പിയാണ്? പിന്നെ ചേട്ടാ ഇത് ചിലപ്പോൾ പേരൂർക്കുട റൂട്ട് മാറിയിട്ട് ചിലപ്പം നമ്മുടെ ശംഖുമുഖ റൂട്ടിലോട്ട് മാറുമെന്ന് പറയുന്നുണ്ടായിരുന്നു. അതിലുള്ള എന്തെങ്കിലും മാറാൻ സാധ്യതയുണ്ട്? ഉണ്ട്, മാറും. പിന്നെ ഈ വണ്ടി ആയിരിക്കും. അപ്പോൾ ചേട്ടന് ചേട്ടാ എത്ര കൊല്ലമായി KSRTC? 4 അതിപ്പോ ഈ ബസ് പേർക്കുട ഡിപ്പോയ്ക്കാണ് അസൈൻ ചെയ്തിട്ടുള്ളത് അതോ സിറ്റി ഡിപ്പോയാണോ? പേർക്കുട ഡിപ്പോ സ്റ്റാർട്ട് ചെയ്യുന്നത് 1999 ആ കാലഘട്ടത്തേക്കുള്ള ബസ് ഉണ്ടല്ലോ. അതെ, ആ ബസ് വെച്ച് നോക്കുമ്പോൾ ഇത് ഓടിക്കാൻ എനിക്ക് തോന്നുന്നു നമ്മുടെ ഇപ്പോഴത്തെ പുതിയ ബസ് പോലെ തന്നെ സ്റ്റിയറിംഗ് ഒക്കെ പവർ സ്റ്റിയറിംഗ് അല്ലേ? മാനുവലുണ്ട്. അല്ല, പക്ഷെ കുറച്ചുകൂടെ എളുപ്പമാണ്. മോഡല്. പിന്നെ വേറെ ഇത് ഓടിക്കുമ്പോൾ അതിന്റെ എക്സ്പീരിയൻസ് എന്താണ്? എങ്ങനെ കുറച്ചുകൂടെ പഴയ കാലത്തിലേക്ക്? രണ്ട് ഗ്ലാസ് വ്യത്യാസമുണ്ട്. ഗ്ലാസ് ഊറ്റി വയ്ക്കാം, ഓരോരുത്തരൊക്കെ പറ്റും. ശരി. കിട്ടില്ല. അതെ. അപ്പൊ ശരി ചേട്ടാ, താങ്ക് യു. ഓക്കെ. കേട്ടില്ലേ, പുള്ളിയും ഹാപ്പിയാണ്. നമ്മുടെ ഈ പ്രസ്ഥാനം നന്നായി നിലനിന്ന് പോകേണ്ടത് നമ്മുടെ എല്ലാവരുടെയും ആവശ്യം തന്നെയാണ്. ഇനിയും ഇതുപോലുള്ള വ്യത്യസ്തമായ ആശയങ്ങൾ നമ്മുടെ KSRTCക്ക് നടപ്പാക്കാനായിട്ട് സാധിക്കട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി ആഗ്രഹിക്കുകയാണ്. അതുപോലെ തന്നെ നമ്മുടെ രാജ്യം ചർച്ച ചെയ്യുന്ന നിലയിലേക്ക് നമ്മുടെ KSRTCയുടെ ഉയർച്ച ഉണ്ടാകണമെന്നും ഞാൻ ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നു. ഇതിന് പിന്നിൽ പ്രവർത്തിച്ച എല്ലാവർക്കും എൻ്റെ ആശംസകൾ. വീഡിയോ ഇഷ്ടമായാൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കല്ലേ. ഏകദേശം 1 മണിക്കൂർ മുഴുവനായി ഈ ബസ്സിൽ ഞാൻ യാത്ര ചെയ്തു. അങ്ങനെ രതീഷേട്ടനോട് യാത്രയും പറഞ്ഞുകൊണ്ട് നേരെ പുറത്തേക്ക്. അടുത്ത ട്രിപ്പ് എടുക്കാൻ വേണ്ടിയിട്ട് ബസ് അങ്ങനെ വീണ്ടും കിഴക്കേക്കോട്ടയിലേക്ക് പോകുന്നു. എന്തായാലും വളരെയധികം സന്തോഷം തരുന്നതും അതുപോലെ തന്നെ വളരെ മനോഹരവുമായിട്ടുള്ള ഒരു യാത്രയായിരുന്നു. എൻ്റെ ഒരു കുട്ടിക്കാലം സത്യം പറഞ്ഞാൽ ഈ യാത്രയിലൂടെ ഒന്ന് റീക്രിയേറ്റ് ചെയ്യാൻ എനിക്ക് പറ്റി. അതുപോലെ തന്നെ നമ്മളെ KSRTCയെ കുറിച്ച് പറയുകയാണെങ്കിൽ നമ്മളെ KSRTC ഇപ്പോൾ വളരെ സൂപ്പറാണ്, അതുപോലെ തന്നെ കൂളാണ്. അപ്പോൾ നമ്മളെ KSRTCയിൽ എല്ലാവരും കൂടെ വിചാരിച്ചു കഴിഞ്ഞാൽ നമുക്കിതിനെ അടിപൊളിയാക്കി എടുക്കാൻ ഇനിയും പറ്റും. കുറേ കാലമായിട്ട് നെഗറ്റീവ് ന്യൂസുകൾ മാത്രം കിട്ടുന്നിടത്ത് ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് പോസിറ്റീവ് ന്യൂസാണ്. ലാഭത്തിലാണ്, എല്ലാവർക്കും ശമ്പളം കൊടുക്കാൻ പറ്റുന്നുണ്ട്, ഇങ്ങനെ കുറേ കാര്യങ്ങൾ. അതുപോലെ തന്നെ പുതിയ ബസ്സുകൾ വരുന്നു, എല്ലാം വരുന്നുണ്ട്. അപ്പം മിനിസ്റ്റർക്കും ബിഗ് സല്യൂട്ട്. അതുപോലെ ഇതിൻ്റെ പുറകിൽ പ്രവർത്തിക്കുന്ന എല്ലാവർക്കും. അതുപോലെ തന്നെ ഇപ്പോൾ ജീവനക്കാരാണെങ്കിലും ഭയങ്കര രസമാണ് അവരൊക്കെ ഇപ്പോൾ. കാരണം ഞാൻ ഇന്നലെ വീഡിയോ എടുക്കാൻ വന്നതാണ്. വീഡിയോ എടുക്കാൻ വന്നപ്പോൾ തന്നെ എനിക്ക് ഭയങ്കര സപ്പോർട്ടായിരുന്നു. പക്ഷേ ഇന്നലെ എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റില്ല, പകരം ഇന്ന് ഞായറാഴ്ചയാണ് ഇറങ്ങിയത്. അപ്പം നമ്മളെ കൂടെ ഉണ്ട് ഡ്രൈവർ ചേട്ടനാണെങ്കിൽ എല്ലാവരും സൂപ്പറാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. അടുത്ത വീഡിയോ വേണ്ടി നമുക്ക് വീണ്ടും കാണാം. ദിസ് ഇസ് നിതിൻ സൈനിങ് ഔട്ട് ഫ്രം വാക്ക് അറൗണ്ട്. താങ്ക് യു.